അധികാരമൊഴിഞ്ഞതോടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കപ്പുറം കടുത്ത നിയമ നടപടികളിലേക്ക് കടന്ന് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. ബി.ജെ.പി. നേതാവും സംവിധായകനുമായ മേജർ രവിക്കെതിരെ പിണറായി വിജയൻ പോലീസിൽ പരാതി നൽകിയ വാർത്തകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങിയ ശേഷം പിണറായി വിജയൻ നടത്തുന്ന ഈ നിയമ പോരാട്ടം വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കേരളം നോക്കിക്കാണുന്നത്. നടൻ ഇന്നസെന്റിന്റെ വിയോഗ സമയത്ത് വൻ വാഹനവ്യൂഹമായി പിണറായി വിജയൻ എത്തിയെന്ന മേജർ രവിയുടെ കള്ളപ്രചാരണത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വ്യക്തമായ മാനനഷ്ട കേസിന് കോടതിയെ സമീപിക്കേണ്ട കടുത്ത വ്യാജ പ്രചാരണമാണ് മേജർ രവി നടത്തിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. 56 കാറുകളും 560 പോലീസുകാരും 10 ഫയർ എഞ്ചിനുകളുമായി പിണറായി വിജയൻ വന്നു എന്ന മേജർ രവിയുടെ വാദം കേട്ടവർ ചിരിച്ചു തള്ളിയ ഒന്നാണ്. എന്നാൽ ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുൻപാകെ നൽകിയ പരാതിയിൽ വ്യക്തമാകുന്നത്. ശാസ്ത്രീയമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ മേജർ രവിക്കെതിരെ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. വ്യാജ പ്രചാരണത്തിലൂടെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചതിന് IT ആക്ട് പ്രകാരവും പൊതുസമൂഹത്തിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചതിനും മേജർ രവിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ട്. കടുത്ത നിയമ നടപടികളിലേക്ക് പോലീസ് കടന്നാൽ മേജർ രവിക്ക് അത് വലിയ തിരിച്ചടിയാകും. കസേരയൊഴിഞ്ഞതോടെ നിയമവഴിയെ പിണറായി മുഖ്യമന്ത്രി പദവിയിലിരുന്നപ്പോൾ രാഷ്ട്രീയമായ ഇത്തരം ആരോപണങ്ങളെയും വ്യാജവാർത്തകളെയും അത്രമേൽ ഗൗരവത്തോടെ കാണാതിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് എത്തിയതോടെ ശൈലി മാറ്റുകയാണ്. തനിക്കെതിരെ ഉയരുന്ന ഓരോ വ്യാജ പ്രചാരണങ്ങളെയും ഇനി നിയമപരമായി നേരിടുമെന്ന കൃത്യമായ സന്ദേശമാണ് ഈ പരാതിയിലൂടെ പിണറായി വിജയൻ നൽകുന്നത്. കള്ളം പ്രചരിപ്പിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കുമെന്നും വരും ദിവസങ്ങളിൽ മേജർ രവിയെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ.